ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 1-ാം വാരം വ്യാഴാഴ്ച. നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യവും 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുമാണ്. വളരെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് ഈ സുവിശേഷ ഭാഗത്ത് യേശുവിൻ്റെ വാക്കുകൾ. യേശു സംസാരിക്കുന്നത് പുറത്തുള്ളവരോടല്ല, അകത്തുള്ളവരോടാണ്. അതായത് യേശുവിനെ അറിയാത്തവരോടല്ല, മറിച്ച് അവിടുത്തെ വ്യക്തമായി അറിയുന്നവരോട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരോട്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്ന ആ ഒരു വിളി കൊണ്ട് മാത്രം എല്ലാമായെന്ന് കരുതാനാവില്ല. ഇവിടെ യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ആത്മീയതയിൽ ഉണ്ടാകാനിടയുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ്. അതായത് വിശ്വാസം അധരങ്ങളിലുണ്ട്, പക്ഷേ ജീവിതത്തിലില്ല. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, പ്രാർത്ഥിക്കും, പക്ഷേ അപരനോട് ക്ഷമിക്കില്ല. കുർബാനയിൽ പങ്കുകൊള്ളും, പക്ഷേ അയൽക്കാരനെ സഹായിക്കില്ല. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലും, പക്ഷേ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത തീരുമാനങ്ങളെടുക്കും. ക്രിസ്തീയത എന്ന് പറയുന്നത് പ്രസംഗമല്ല, അത് ജീവിക്കാനുള്ളതാണ്. നല്ല വാക്കുകൾ പറയുക എന്നതല്ല, നല്ലത് ചെയ്യുക എന്നതാണ്. വെറുതെ ശബ്ദമുണ്ടാക്കലല്ല, അനുസരണമാണ് വേണ്ടത്. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉപമ കൂടി യേശു പറയുന്നു. ഭവനം പണിയുന്ന 2 മനുഷ്യർ, ഒരാൾ പാറപ്പുറത്തും രണ്ടാമൻ മണൽപ്പരപ്പിലും. വചനം അനുസരിക്കുന്നവൻ പാറമേൽ ഭവനം പണിതവനെ പോലെയാണ്. രണ്ടാമൻ വചനം സ്വീകരിക്കും, പക്ഷേ ജീവിതത്തിൽ കാണില്ല. അവർ മണൽപ്പരപ്പിൽ ഭവനം പണിതവനെ പോലെയും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ 2 ഭവനങ്ങളും ഒരുപോലെ ഇരിക്കും, പക്ഷേ കാറ്റും കോളും വരുമ്പോഴാണ് സത്യം വെളിവാകുന്നത്. ഈ ഭവനങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഈ കാറ്റും കോളും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളാണ്, സഹനങ്ങളാണ്, പരാജയങ്ങളാണ്, വെല്ലുവിളികളാണ്. അവ വിശ്വാസത്തെ പരീക്ഷിക്കും. അപ്പോൾ വചനം ജീവിതമാക്കിയവൻ പാറമേൽ പണിത ഭവനം പോലെ നിലകൊള്ളും. ഇന്നെങ്ങനെയാണ് വീഴാത്തൊരു ഭവനം പാറമേൽ പണിതവനെ പോലെ നമുക്ക് ജീവിക്കാനാവുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വചനം ജീവിതമാക്കുക. അതല്പം പ്രയാസമാണ്. എന്ന് വെച്ചാൽ മുറിവുണങ്ങാതെ നിൽക്കുമ്പോഴും മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കേണ്ടി വരും. ആരും കാണാനില്ലെങ്കിലും, പ്രശംസയ്ക്ക് യാതൊരു സാധ്യതയില്ലെങ്കിലും സത്യസന്ധമായി പെരുമാറേണ്ടി വരും. ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാത്തപ്പോഴും ഒട്ടും കുറവില്ലാതെ പ്രാർത്ഥിക്കേണ്ടി വരും. എല്ലാ തീരുമാനങ്ങൾക്കും മുൻപിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടി വരും. അസൗകര്യങ്ങളിൽ പോലും അപരനെ സഹായിക്കേണ്ടി വരും. കാരുണ്യം പ്രസംഗിക്കുകയല്ല, ജീവിക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ നമ്മുടെ വിശ്വാസ ഭവനത്തിൻ്റെ അടിത്തറ ഒന്ന് മാന്തി നോക്കണം. അടിയിൽ പാറയാണോ പൂഴിമണ്ണാണോ എന്നറിയാൻ.